ഈ ദിക്കിലേക്ക് വാതിൽ തുറക്കൂ, പണം ഒഴുകിയെത്തും. ഇവിടെ ഫെങ്ഷു പ്രകാരമുള്ള നല്ല സ്റ്റാർ ആയ വാട്ടർ സ്റ്റാർ 9 നിൽക്കുന്നു. 9 സമ്പത്തിന്റെ നമ്പറാണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വാതിൽ വെക്കുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് ശരിക്ക് സമ്പത്ത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ശരിക്ക് വെൽത്ത് വരും ഈ വീട്ടിൽ. വാസ്തുവും ഫെങ്ഷുവും കൂടെ ക്ലബ് ചെയ്തിട്ട് നല്ല സ്ഥലത്ത് കൊണ്ടുവന്ന് ഡോർ വെക്കുകയാണെങ്കിൽ ആ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ഫെങ്ഷു നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വെക്കാൻ പോകുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വാതിൽ ഏത് ഭാഗത്ത് വെക്കണം, നമ്മൾ വെച്ചു കഴിഞ്ഞ വീടാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പരിഹാരം ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പ്ലാനിലൂടെ നമുക്കത് നോക്കാം. ഇതൊരു വീടിന്റെ പ്ലാനാണ്. ഇത് കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടിന്റെ പ്ലാനാണ്. അപ്പോൾ കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, അങ്ങനെ 8 ദിക്കുകൾ ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന്റെ പ്ലാൻ എടുക്കുമ്പോൾ മെയിൻ ഡോർ ഏത് ഭാഗത്ത് തുറക്കണം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിലാണ് മെയിൻ ഡോറിന്റെ കാര്യം എടുക്കുന്നത്. ഒന്ന്, നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുപ്രകാരം ഈ ഡോർ എവിടെ ഉണ്ടായിരിക്കണം. 2, ഫെങ്ഷു പ്രകാരം ഈ ഡോർ എവിടെ വെക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് ക്ലബ് ചെയ്തിട്ട് ഒരേ സ്ഥലത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ പ്ലോട്ട് പോയി കണ്ടിട്ട് എത്ര ഡിഗ്രിയിലാണ് ആ വീട് ഫേസ് ചെയ്യുന്നത് എന്നുള്ള കണക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ആ കണക്കെടുത്തിട്ട് ഈ പ്ലാനിനകത്തേക്ക് അവിടുത്തെ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമ്മൾ ഇതിനകത്തോട്ട് എഴുതുമ്പോഴത്തേക്കാണ് നമുക്ക് ഓരോ റൂമിന്റെയും അല്ലെങ്കിൽ ഓരോ ദിക്കുകളുടെയും ഫലം അറിയാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം ഒരു പ്ലാൻ വരച്ചു. 2 ബെഡ്റൂമുകൾ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഹാള്, കിച്ചൺ, സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, ഇത്രയുള്ളൊരു ഇത് വരച്ചപ്പോഴത്തേക്ക് പറയാം നമുക്ക് ഇനി ഇതിനകത്ത് കിഴക്ക് ദർശനമുള്ള വീടാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ഡോർ വെക്കണം. മെയിൻ ഡോർ വെക്കണമെങ്കിൽ നമ്മൾ വാസ്തുവിൽ പറയുന്നു മൊത്ത വീടിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് മെയിൻ ഡോർ വെക്കാം എന്ന് വാസ്തുവിൽ പറയുന്നു. ഓക്കെ, ഫെങ്ഷുവിൽ എന്താ പറയുന്നത്? നല്ല സ്റ്റാർ ഉള്ള സ്ഥലത്ത് മെയിൻ ഡോർ വരാതാണ്. നല്ല സ്റ്റാറുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല സ്റ്റാർ എന്ന് പറയുന്നത് 9, 1, 8 ഇതൊക്കെ നല്ല വാട്ടർ സ്റ്റാറുകളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തപ്പോൾ ഇതിന്റെ കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന 2 നക്ഷത്രം എന്ന് പറയുന്നത് 99 ആണ്. അപ്പൊ ഇത് സമ്പത്തിന്റെ സ്റ്റാർ ആണ് നമ്മുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും. അത് അതാത് സ്ഥലങ്ങളിൽ പോയി അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്താൽ മാത്രമാണ് നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ 99 എന്ന് പറഞ്ഞൊരു സ്റ്റാർ വന്നു. ഇവിടെ നമുക്ക് ഉച്ച എടുത്തു, പകുതിക്ക് ഇപ്പുറത്തോട്ട് ഉച്ചമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഈ ഭാഗത്ത് മെയിൻ ഡോർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫെങ്ഷു പ്രകാരമുള്ള നല്ല സ്റ്റാർ ആയ വാട്ടർ സ്റ്റാർ 9 നിൽക്കുന്നു. 9 സമ്പത്തിന്റെ നമ്പറാണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വാതിൽ വെക്കുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് ശരിക്ക് സമ്പത്ത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ശരിക്ക് വെൽത്ത് വരും ഈ വീട്ടിൽ. അതേസമയം വാസ്തുവിലാണെങ്കിലോ പകുതിക്കിപ്പുറമാണ് നിൽക്കുന്നത്, ഉച്ചമാണ്. അപ്പൊ ഇതാണ് നമുക്ക് പറയുന്നത്, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ പ്ലാൻ എടുക്കുക, എന്നിട്ട് ആ വസ്തുവിൽ ചെന്നിട്ട് എത്ര ഡിഗ്രിയിലാണോ അത് ഫേസ് ചെയ്യുന്നുള്ള കണക്കും കൂടെ എടുത്ത് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്ത് ഇതിനകത്തോട്ട് ഈ പ്ലാനകത്തോട്ട് അത് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഓരോ റൂമുകളിലും അല്ലെങ്കിൽ പ്രധാന വാതിലും വരുന്ന സ്റ്റാറുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വാസ്തുവും ഫെങ്ഷുവും കൂടെ ക്ലബ് ചെയ്തിട്ട് നല്ല സ്ഥലത്ത് കൊണ്ടുവന്ന് ഡോർ വയ്ക്കുകയാണെങ്കിൽ ആ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ഫെങ്ഷു നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ചെയ്യാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ചുപോയി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? വെച്ചുപോയെന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല സ്റ്റാറുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പൊ ഇത് 99 നല്ല സ്റ്റാറുള്ള സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ പുറത്തോ അല്ലെങ്കിൽ വീടിനകത്തോ ഈ ഭാഗത്ത് ഒരു വാട്ടർ ആക്ടിവേഷൻ ചെയ്യാം. ഒന്നുകിൽ നമുക്കൊരു വെള്ളം വെക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പോണ്ട് വെച്ചിട്ട് അതിനെ ആക്ടിവേഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ 2 മെത്തേഡുകളും നിങ്ങളുമായിട്ട് സംസാരിച്ചു. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ സൗഭാഗ്യങ്ങളെ കൂട്ടാനായിട്ട് സാധിക്കും. അതിലൊരു 3-4 ടൂളുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഒന്നെന്ന് പറയുന്നത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് എന്ത് ടൂൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് കുവാൻ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു ആണ്. ഇത് ഒരു ചൈനീസ് കിങ് കയ്യിൽ ഒരു വാളും വെച്ചിട്ട് നിൽക്കുന്നതാണ്. ഇത് മെയിൻ ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡോറിലേക്ക് നോക്കി ഇതിനെ വെക്കാം. നെഗറ്റീവായിട്ട് വരുന്ന ഊർജ്ജത്തിൽ നിന്ന് വീടിനെ സംരക്ഷിക്കാനായിട്ട്. അടുത്ത മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വെൽത്ത് ഷംബാലയാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കിട്ടാൻ വേണ്ടി വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഒരു ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ബോൾ ആണ്. ഇപ്പൊ ഇതിലത്തെ 2 ക്രിസ്റ്റൽ ബോളുകൾ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഹാങ് ചെയ്യുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഉണ്ടാകാവുന്ന ദോഷങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് ഈ ക്രിസ്റ്റൽ ബോളുകൾ മൂലം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.